ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടാ. അപ്പോൾ ഇന്നത്തെയും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടാ. ഒരു 5 മിനിറ്റ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകാർ ഒക്കെ ഒന്ന് കാണുക കേട്ടാ. നമ്മളെ സാഹചര്യമാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഫ്രിഡ്ജിൽ 3 ദിവസം പാലുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ ആദ്യം തന്നെ അടുക്കളയിൽ വന്നിട്ട് അതൊക്കെ ഒന്ന് കാച്ചി വെച്ചിരിക്കുകയാണ് കേട്ടാ. അപ്പം ഇനിയും 4ാമത്തെ ഒരു ക്ലാസ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ പാല് കേട് വരും. അപ്പോൾ പാലൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട. അപ്പോൾ എന്തായാലും കാച്ചി വെച്ചാൽ ഒരു വഴിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഒന്ന് ഓട്ടപ്പാണ് ഇട്ടുണ്ടാക്കുന്നത് മൈദയായിട്ട്. അപ്പം മൈദയൊക്കെ ഞാൻ തരിച്ച് കുപ്പിയിലാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ മൈദയും കോഴിമുട്ടയും ഉപ്പും പച്ചവെള്ളത്തിൽ നോർമലായിട്ടുള്ള വെള്ളത്തിൽ കലക്കിയിട്ടുള്ള ഓട്ടപ്പാണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓട്ടപ്പം. അപ്പോൾ നാളികേരപ്പാലാണ് കേട്ടോ ഓട്ടപ്പത്തിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം നാളികേരപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഓട്ടപ്പൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ നല്ല എന്തോ ഒരു തിരക്കിൽ പെട്ടിട്ടാ. ഇപ്പോഴത്തെ ഇതൊക്കെ തിരക്ക് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ പിന്നെ ആ വീഡിയോ അവിടെ വെച്ചിട്ടുണ്ട് നിർത്തിയിട്ടാ. ബാക്കി ഇന്നും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ രണ്ടടുപ്പത്തും കൂടിയിട്ട് ഒരടുപ്പത്ത് ഞാൻ ചോറിനൊക്കെ വെള്ളമിട്ട്. അപ്പോൾ പിന്നെ ചോറായി വരുമ്പോഴത്തേനും സമയം വഴുകും. അപ്പോൾ പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ടാ. അപ്പോൾ അപ്പുറത്തെ അടുപ്പ് ചെറിയ അടുപ്പാണ്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ശരിക്കും ചൂടാവാതെ ഒരു ഇതിട്ടാ. അപ്പം ഞാൻ വേഗം ചോറ് ചെറിയ അടുപ്പത്തേക്ക് തിളച്ച ചോറായിരുന്നു മാറ്റിയിട്ട് പിന്നെ പത്തിരിച്ചട്ടി ഇതുമ്മലേക്ക് എടുത്ത് വെച്ചപ്പോൾ നല്ല സൂപ്പറായിട്ട് ഒരേപോലെ എല്ലായിടം വേവും ചെയ്ത് നന്നായിട്ട് നമുക്ക് കിട്ടും ചെയ്തിട്ടാ. പിന്നെ മത്തക്കലിശ്ശേരിയാണ് ഇട്ടെന്ന്. അപ്പോൾ പയറൊക്കെ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും മത്തനും കൂടി ഇട്ട് കൊടുത്ത്. ചള്ള് മത്തനാട്ടാ ഇളവേ. അപ്പോൾ അത് തോലൊന്നും ചെത്തിയിട്ടില്ല. നല്ല ടേസ്റ്റാട്ടാ. അങ്ങനെ വയ്ക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഒരു മുറി നാളികേരം, ഒരു 4 കുഞ്ഞുള്ളിയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ വറവിടുക. അപ്പം നമ്മളെ സ്പൂണിലൊക്കെ ഇങ്ങനെ കറണ്ടിട്ടാ. എന്താ വെച്ചാൽ ചായയിലൊക്കെ ഇട്ടിട്ട് ചായ ഇളക്കും ഒക്കെ ചെയ്യുമല്ലോ. അപ്പം അതിനൊക്കെ ഒന്ന് നമുക്ക് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാൻ വിചാരിച്ചിട്ടാട്ടാ. സ്പൂണൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ നമ്മളെ പാത്രം കഴുകണ ലിക്വിഡ് കണ്ടാ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് അത് തിളച്ചതിൻ്റെ ശേഷം സ്പൂണൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വെട്ടി തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് അത് ചൂടാറി കഴിഞ്ഞാൽ സ്ക്രബ്ബറായിട്ട് നന്നായിട്ട് ഒരതി നല്ല സൂപ്പറായിട്ട് പുതിയ ആക്കിയെടുക്കട്ടാ. അപ്പോൾ മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊട്ടത്താളം ഇല്ലെങ്കിൽ പാത്രമൊക്കെ കഴുകി വെക്കാനൊരു സ്ഥലം ഉണ്ടാവും. അവിടെയൊക്കെ കൊണ്ടിട്ടിട്ട് ചകിരിയും സോപ്പൊക്കെ ഇട്ടിട്ടാണ് പാത്രങ്ങളൊക്കെ തേക്കുക. ആ പാത്രത്തിൻ്റെ ഒരു വൃത്തി ഇന്ന് ഈ സിങ്കിൻ്റെ അടി വെച്ചിട്ടുള്ള നമ്മൾ ഈ ഇതൊക്കെ ആയിട്ട് വരുന്നതല്ലേ ഇത്രയായാലും ഉണ്ടാവില്ല ചേട്ടാ. ഈ സ്പോഞ്ചൊക്കെ ആയിട്ടാവില്ലേ നമ്മൾ കഴുകുക. അപ്പം എന്തായാലും അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ആ സ്പൂണുകൾക്കൊക്കെ. അപ്പോൾ സ്പൂണൊക്കെ സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടാ. അപ്പോൾ ഇത് തൊട്ട വീട്ടിൽ നിന്ന് മോൾക്ക് ആദ്യമായിട്ട് കൊടുത്തൊരു ഗിഫ്റ്റാട്ടാ. എന്താ വെച്ചാൽ അവർ ഗൾഫിൽ പോവുക. അപ്പോൾ പിന്നേക്ക് വെച്ചില്ല കേട്ടോ. അപ്പം മോള് പറഞ്ഞ് ഇന്നും പൊട്ടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഓൾക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഗിഫ്റ്റല്ലേ. അപ്പോൾ നല്ല ഹാപ്പി തന്നെ ആയിട്ടാ. അപ്പോൾ പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ലൊരു നിലവിളക്കാണ് കേട്ടോ. അവർ മുസ്ലിംസുകളാണ്, എന്നാലും അവരൊരു നിലവിളക്ക് തന്നെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒക്കെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഓൾക്കും ഒരു സമാധാനമായി. അങ്ങനെ നമ്മളെ എലിശ്ശേരിയൊക്കെ വറവിട്ടപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറൊക്കെ അത് കഴുകി വെക്കാമല്ലോ. കുറേ പാത്രങ്ങൾ ഇങ്ങനെ നിരത്തണ്ടല്ലോ. കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് അതൊന്ന് വറവിട്ട് കൊടുത്തു. ഇന്ന് വേറെ പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കഴിക്കാൻ നേരത്തെ മുട്ട ഉണ്ടാക്കി തൈരും ഒക്കെ കൂട്ടിയിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഉണ്ടല്ലേ നല്ല സൂപ്പറാക്കി എടുത്തിട്ടാ. അതിൻ്റെ ആ സൈഡിലൊക്കെ ഈ ചായക്കറയൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഉഷാറാക്കി എടുത്ത് നല്ല. അപ്പോൾ ഇങ്ങനെ കറ പിടിച്ചുള്ള സ്പൂണൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ലിക്വിഡും സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വരതി എടുക്കുക വെച്ചെങ്കിൽ സൂപ്പറാക്കി എടുക്കട്ടെ. അപ്പോൾ ചിന്നു വന്ന് കെടുക്കുക കേട്ടോ 4 മണിയൊക്കെ ആവാറാകുമ്പോൾ. അപ്പോൾ ജോലിക്ക് ഇവളുണ്ട് വന്നാൽ ഭയങ്കര ഇതാട്ടാ. അപ്പോൾ ഓള് സൈക്കിളിൻ്റെയും വണ്ടിയുടെയൊക്കെ ഇടയിൽ കൂടെ അങ്ങനെ നോക്കി കെടുക്കുക. ദേഷ്യം കേട്ടോ ചിന്നുണ്ട് വരുന്നത്.
ചിന്നു തിന്നിട്ടേ ഇനി പോകുള്ളൂ കേട്ടോ വേസ്റ്റിന്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാരെ. വീഡിയോ ഒക്കെ ഇഷ്ടമാകുക വെച്ചാൽ ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.